മനുഷ്യരുടെ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിൻ്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാൻ ആകുന്നത് നീ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ്. ദൈവത്തിലെ നീ കർത്താവിന് സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത്. അത് നിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. അത് സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് എപ്പോഴും ഒരു കടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം. കർത്താവെ, മനുഷ്യരുടെ മുമ്പിൽ നീ ഏറ്റുപറയുന്നവനെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുന്നല്ല ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത്. ദൈവത്തിലെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർജിക്കുന്ന മക്കളെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം ആവഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനത്തിൽ സമാധാനം ആശ്രയിക്കുന്ന നല്ലത് കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം അവരുടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ അവർ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഡിതരും ദുരിതങ്ങളാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും തൊഴിൽപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, Lord, and peace His Spirit. കർത്താവേ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആരെ വിചാരിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്നുവോ, എന്ത് വിഷയം വിചാരിച്ച് ഭാരപ്പെടുന്നു, അത് ഈ നിമിഷം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപെടുക്കുന്നവർക്കും നോൻപ് ജീവിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വർത്തമാനം പലതും നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊന്നും മനസ്സിലാകാത്തത്. കാര്യം എന്താ? നിങ്ങൾ നോൻപിലല്ല, അതുകൊണ്ടാണ്. ഒരു നോൻപ് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ്. ലുക്കായുടെ സുവിശേഷം 19